എൻ്റെ പേര് മത്തായി ജോണ്. ഇവിടെ അറ്റ്ലാന്റ CSI ഇമ്മാനുവൽ CSI ചർച്ചിലാണ്. നാട്ടിലെ പരിയാരം സെൻറ്റ് സ്റ്റീഫൻ CSI ചർച്ചിലാണ്. പരിയാരം അത് ഇവിടെ മല്ലപ്പള്ളി കുറച്ചുകൂടി പടിഞ്ഞാറ് മല്ലപ്പള്ളിയിൽ നിന്ന് തിരുവല്ലേക്ക് പോകണം അല്ല? തിരുവല്ലേക്ക് പോകും. ഓ, പരിയാരം അല്ലേ? ഓക്കെ, അവിടുത്തെ CSI പള്ളിയിലാണ്. ഓ ശരി. അറ്റ്ലാന്റയിലാണോ നേരത്തെ മുതൽ അമേരിക്ക വന്നു? അല്ല, ഞാൻ മിഷിഗണിലായിരുന്നു. അവിടുന്ന് അറ്റ്ലാന്റ മൂവ് ചെയ്ത് എത്ര വർഷമായി അറ്റ്ലാന്റയിൽ? അറ്റ്ലാന്റയിൽ ഇപ്പോൾ 6 വർഷമായി. 6 വർഷമായി. അറ്റ്ലാന്റയാണോ മിഷിഗണാണോ നല്ലത്? കുറച്ച് മിച്ചിഗണാണ് നല്ലത്. മിച്ചിഗൺ ഏത് കാര്യത്തിലാണ് അവിടെ ബെറ്റർ? അവിടെ എല്ലാ കാര്യം കൊണ്ടും ബെറ്റർ മിച്ചിഗണാണ്. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, തണുപ്പ്. അറ്റ്ലാന്റ തണുപ്പില്ല, അല്ലാണ്ട് കുറവാണ്. സ്നോ അല്ലേ ഉണ്ട്. അവിടെ സ്നോയാ? 6 മാസം ഓക്കെ. 6 മാസം 8 മാസം അവിടെ തണുപ്പ് സ്നോയാണ്. അത് സഹിക്കാവുന്നവർക്ക് അവിടെ നല്ലതാണ്. അവിടെ മലയാളികളൊക്കെ ഉണ്ടോ ഒത്തിരി? ഇഷ്ടം പോലെ മിഷിഗണിൽ. അവിടുന്ന് കാനഡയ്ക്കൊക്കെ ആൾക്കാർ പോയിട്ട് വരുമോ? അങ്ങനെ വളരെ ഈസിയാണ്. ഡിട്രോയിറ്റും അടുത്തല്ലേ? ഓ, ഡിട്രോയിറ്റ്. ഞങ്ങൾ താമസിച്ചിരുന്ന മിച്ചിഗണെന്ന് പറഞ്ഞാൽ ഡിട്രോയിറ്റിനടുത്താണ്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സിറ്റി പറയുന്നത് ഡിട്രോയിറ്റാണ്. ഓ ശരി. ഡിട്രോയിറ്റ് എന്നാണ് പറയുന്നത്. ഓ ശരി. മിഷിഗണിലെ അച്ഛൻ ഏത് വർഷമാണ് വന്നത്? ഞങ്ങൾ 93-ൽ. അപ്പോൾ ഇപ്പം 32 വർഷമായി. അച്ഛൻ ഫയൽ ചെയ്ത് വന്നാണോ അതോ? അല്ല, ഇത് എൻ്റെ അളിയൻ കൊണ്ടുവന്നു. അനിയൻ കൊണ്ടുവന്നു? അളിയൻ. ഓ, വൈഫിൻ്റെ ഫയലിംഗ്. ഓക്കെ ഓക്കെ. നേരത്തെ എവിടെ ആയിരുന്നു അച്ഛൻ? നേരത്തെ നാട്ടിൽ മലപ്പുള്ളായിരുന്നു. അച്ഛന് ജോലിയെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്? നാട്ടിൽ എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ മധ്യപ്രദേശും പിന്നെ ബോംബെയിലും സൗദി അറേബ്യയിലും ഒക്കെ ആയിരുന്നു. മധ്യപ്രദേശിൽ എവിടെയായിരുന്നു? കോർബയിൽ എവിടെയായിരുന്നു? NTPCയിലോ MBBയിലോ വല്ലതും ആയിരുന്നു? അവിടെ ഒന്നും അല്ലായിരുന്നു. അവർക്ക് എൻ്റെ ചേട്ടന്മാരാണ് ജോലി ചെയ്തത്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തത്. എന്തായിട്ടായിരുന്നു അച്ഛൻ? ഹെൽപ്പർ വല്ല വെൽഡിങ്ങോ വല്ലതും ഉണ്ടായിരുന്നു? വെൽഡിങ് അടിച്ചതാ, വെൽഡിംഗ് ആയിട്ട് അങ്ങനെ ജോലിയൊന്നുമില്ല. പിന്നെ तो आपको हिंदी अच्छा मालूम? हिंदी बोला थोड़ा थोड़ा मालूम? बहुत बोलता है नहीं? कोरबा में जाने को मुश्किल था उस टाइम? नहीं. ओके ओके. എത്ര വർഷം ഉണ്ടായിരുന്നു കോർബയിൽ? 4 വർഷമുള്ളായിരുന്നു. ഓക്കെ. കോർബ ചെറിയൊരു ടൗൺ ആയിരുന്നു അന്നല്ലേ? പിന്നെ NTPC MPSCB MBB പണിയുന്നേ ഉള്ളൂ. ഞാൻ ആ NTPCയിലൊക്കെ ജോലി ചെയ്യാൻ ഒരുപാട് സമയങ്ങൾ വന്നിട്ടുണ്ട്. ഭോപ്പാലിലായിരുന്നു ഞാൻ. ബോംബെയിൽ എവിടെയായിരുന്നു വെച്ചാൽ? ബോംബെ സാക്കിന. അവിടെ എങ്ങനെ? അവിടെ ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി പോയതാണ്. ഗൾഫിൽ പോകാൻ വേണ്ടി പോയത്. അപ്പം വീട്ടിയുടെ അടുത്താണോ താമസിച്ചിട്ടുണ്ടായിരുന്നത്? അല്ല, ഞങ്ങൾ അന്തേരിലാണ് താമസിച്ചത്. എത്ര നാൾ ബോംബെ വെയിറ്റ് ചെയ്ത് കിടന്നു? 1 വർഷത്തോളം. 1 വർഷം. ഏജന്റിന് കാശ് കൊടുത്തായിരുന്നോ? എങ്ങോട്ടാ പോയ? സൗദിയിലെ അവിടെ എത്ര നാളുണ്ടായിരുന്നു? അവിടെ ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു. 5 വർഷം. അവിടെ നല്ല ജോലിയായിരുന്നോ? ഓ ഇല്ല, അവിടെ കമ്പനിയുടെ വീടുകൾ പണിയായിരുന്നു. വീട് പണി 2 ഇയറിനകത്ത് വരുമായിരുന്നോ നാട്ടിലെ? 2 ഇയറിനകത്ത് നാട്ടിൽ വരുമായിരുന്നോ? ഓ, അങ്ങനെയൊന്നും തരത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് പോകും. മക്കളൊക്കെ? മക്കളെല്ലാം ഇവിടെ 2 പേരേ ഉള്ളൂ. 2 പേരും ഇവിടെ ഉണ്ട്. അവരിവിടെ വന്നാണോ പഠിച്ചതൊക്കെ? ഒരാളെ 5 വയസ്സായപ്പോൾ വന്നു, ഒരാളെ 11 വയസ്സായി. അപ്പോൾ അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷനൊക്കെ കിട്ടി. അവർക്ക് ഇപ്പം ജോലിയില്ല? അവരെല്ലാം ജോലിയില്ല. അച്ഛൻ്റെ വീട് പരിയാരത്താണെന്ന് പറഞ്ഞല്ലേ? ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? വീടിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂര് ചെറയുടെ അടുത്താണ്. ചെറയുടെ അവിടെ വരെ പോകണ്ട, മടുക്കോലിക്ക വിളിക്കണം. അവിടെ ഈ ഓർത്തഡോക്സാരല്ലേ കൂടുതൽ ചെങ്ങന്നൂർ? ഞങ്ങളാണ് CSIയുടെ ഏറ്റവും ലാസ്റ്റ്. മുഴുവൻ ഓർത്തഡോക്സ് അല്ലേ? പിന്നെ നായന്മാരും. ഞങ്ങളാണ് ലാസ്റ്റ് അവിടെ. അന്നൊക്കെ ഹൈസ്കൂളിൽ എവിടെ പോയത്? പുതുശ്ശേരി. ഓ, അതും ഓർത്തഡോക്സാരല്ലേ? പുതുശ്ശേരി. സാർമാരെയൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇപ്പം? ജീവിച്ചിരിപ്പുണ്ടോ ആരെങ്കിലും ഒക്കെ? അറിയത്തില്ല. അങ്ങനെ തോന്നുന്നില്ല. നാട്ടിലാരെങ്കിലും ഫോൺ വിളിക്കാറുണ്ടോ? നാട്ടിൽ ഞാൻ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വിളിക്കാം. അവിടെ ആരുണ്ട്? അവിടെ ചേട്ടൻ്റെ മക്കളുണ്ട്. ചേട്ടൻ്റെ മക്കളുണ്ട്. അവരൊക്കെ ചേട്ടന് അവരെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെ സെറ്റിലായി സ്ഥിരമായിട്ട് നാട്ടിൽ താമസിക്കുന്നവർ. അവസാനം എന്നാ ചേട്ടൻ നാട്ടിൽ പോയത്? ഞാൻ അവസാനം പോയത് 2014. 2014 കോവിഡിന് മുമ്പാണ്. 10 വർഷമായി. പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല ഒന്നുകൂടെ പോകാൻ എനിക്കിപ്പോൾ അവിടെ ആരും ഇല്ല. താമസിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടല്ലേ? താമസിക്കാൻ എനിക്കൊന്നുമില്ല അവിടെ. നമ്മൾ എത്ര ആളാണ് ഒരാളുടെ കൂടെ ജീവിക്കുന്നതല്ലേ? 3 ചേട്ടന്മാരുടെ ചേർത്തിമാരുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തിൽ. മറ്റുള്ളവർ പോയതാണ്. വൈഫിൻ്റെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? വൈഫിൻ്റെ 3 ഫാമിലിയുണ്ട്. 3 ഫാമിലിയാണ്. അത് ശരി. അവർ മിശികളിലാണ് 2 പേര്. ഒരാൾ ഇവിടെയുണ്ട്. അറ്റ്ലാന്റ വരാൻ കാര്യം തന്നെ? അറ്റ്ലാന്റയിൽ വരാൻ കാര്യം ഞങ്ങളുടെ മരുമോൻ്റെ
പെങ്ങളെ ഇവിടെ. അപ്പം അവർ വന്നപ്പം അലുവൻ ഇങ്ങോട്ടേക്ക് പോയി. ഇങ്ങോട്ട് ഇവിടെ വരെ പറഞ്ഞല്ലേ? അങ്ങനെ പുള്ളി ക്ലൈമറ്റ് നന്നായിരുന്നോണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. ക്ലൈമറ്റ് നന്നായിട്ട് ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ കാരണം അതാ, ചൂടുള്ളതുകൊണ്ട്. പിന്നെ പിന്നെ മിച്ചിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ഫ്രൂട്ട്സും നല്ല ഒറിജിനൽ കിട്ടും. ശരി. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം വാടിയത്, എല്ലാം ഇവിടെ വരുമ്പോഴത്തേനും വാടി പോകുമല്ലോ. ഒന്ന് രണ്ടാമത് സ്ട്രെയിറ്റ് റോഡാ. ഇത് ഒന്നും മലയല്ലേ, കാണാൻ ബ്യൂട്ടി ആണെങ്കിലും വണ്ടി ഡ്രൈവ് ചെയ്യാനൊക്കെ. അച്ഛൻ ഡ്രൈവ് ചെയ്തോളൂ അല്ലേ? കുറച്ചൊക്കെ ചെയ്തു. അടുത്തടുത്തും അറിയാവുന്നിടത്തൊക്കെ പോവല്ല. ഓക്കെ ഓക്കെ. എല്ലാ കോൺഫറൻസിനും വരാറുണ്ടോ അച്ഛൻ? ഞാൻ ആദ്യമായിട്ട് വന്നല്ലേ വരത്തില്ല. അച്ചാൻ്റെ ലായോട് ചോദിച്ചാൽ നിർബന്ധപൂർവ്വം ചോദിച്ചതല്ലേ? ഓക്കെ ഓക്കെ. അതൊരു സന്തോഷ വാർത്തയാണ്. കാരണം എല്ലാ അമേരിക്കയുടെയും കാനഡയുടെയും എല്ലായിടത്തു നിന്നും ആൾക്കാർ വരുമ്പോഴേ നമ്മൾ മാറി നിൽക്കുന്ന കാര്യമില്ലല്ലോ. നമ്മൾ മാമയൊക്കെ ഉണ്ടോ ഇവിടെ? അത് വന്നിട്ടുണ്ടോ? കോൺഫറൻസിലുണ്ടോ? ഓക്കെ. മക്കൾ പ്രോഗ്രാമിലൊക്കെ ഉണ്ടോ? എല്ലാത്തിലും ഉണ്ട്. ഒത്തിരി തലവേദനയായിരുന്നല്ലേ ഇതൊന്ന്? വന്നോ അത് ശരി. താങ്ക് യു.